നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നുഴഞ്ഞുകയറ്റക്കാരുടെ ശല്യം അത് ഇന്ത്യക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പല അതിർത്തി മേഖലകളിലും നമുക്ക് ഇന്ത്യൻ സേന കാവൽ നിൽക്കുന്നുണ്ട്. പല ചാരപ്രവർത്തിക്കായിട്ടാണ് ഇവർ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നത്. ഏതായാലും ഇപ്പോൾ മതിയായ യാത്രാരേഖകളില്ലാതെ ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് അതിർത്തി വഴി നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിച്ച 36-കാരനായ അമേരിക്കൻ പൗരൻ പിടിയിലായിരിക്കുകയാണ്. അമേരിക്കയിലെ കാലിഫോർണിയ സ്വദേശിയായ ജോർദാൻ ബ്രൗൺ എന്നയാളാണ് അതിർത്തിയിൽ അറസ്റ്റിലായതെന്ന് അധികൃതർ വ്യക്തമാക്കി. ശനിയാഴ്ച സോണോലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൈനിഹ്വ പ്രദേശത്ത് അതിർത്തി തൂൺ നമ്പർ 516 സമീപമാണ് SSB 22-ാം ബറ്റാലിയൻ നടത്തിയ പതിവ് പട്രോളിങ്ങിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. സംശയകരമായ സാഹചര്യത്തിൽ അതിർത്തിയിൽ കണ്ട ഇയാളോട് നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബ്രൗണിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ പക്കൽ യാതൊരുവിധ യാത്രാരേഖകളോ തിരിച്ചറിയൽ രേഖകളോ ഉണ്ടായിരുന്നില്ലെന്നാണ് മഹാരാജ്ഗഞ്ച് അഡീഷണൽ പോലീസ് സൂപ്രണ്ടന്റ് സിദ്ധാർത്ഥ് അറിയിച്ചിരിക്കുന്നത്. മുൻ US നാവികസേന ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെടുന്ന ബ്രൗൺ ടൂറിസ്റ്റ് വിസയിൽ തായ്ലാന്റിലേക്ക് പോയപ്പോഴാണ് തന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതെന്ന് പോലീസിനോട് പറഞ്ഞു. തുടർന്ന് കടൽ മാർഗം ശ്രീലങ്കയിലെത്തിയ ഇയാൾ അവിടെ നിന്ന് 2025 നവംബർ 2-നാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തുന്നത്. അതിനുശേഷം ഏതാണ്ട് 7 മാസത്തോളം യാതൊരുവിധ രേഖകളുമില്ലാതെ ഗോവയിൽ താമസിച്ചു വരികയായിരുന്നു. പിന്നീട് ഗോവയിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തുകയും അവിടെ നിന്നും സോണോലി അതിർത്തി വഴി നേപ്പാളിലേക്ക് കടക്കാനുമായിരുന്നു ഇയാളുടെ പദ്ധതി. അതേസമയം ചോദ്യം ചെയ്യലിൽ വ്യത്യസ്തമായ മൊഴികളാണ് ജോർദാൻ ബ്രൗൺ ഓരോ തവണയും പോലീസിന് നൽകുന്നത്. കാലിഫോർണിയ സർവകലാശാലയിൽ പഠിച്ച താൻ 6 വർഷം US സൈന്യത്തിലായിരുന്നുവെന്നാണ് ഇയാളുടെ അവകാശവാദം. ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ചാരപ്രവർത്തിക്കാണോ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയത് എന്നുള്ളതിനെ കുറിച്ചും ഇനി കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. 2 വർഷം മുമ്പാണ് ഇയാൾ സൈന്യത്തിലെ ജോലി ഉപേക്ഷിച്ചതെന്നും പറയുന്നുണ്ട്. ടൂറിസ്റ്റ് വിസയിൽ തായ്ലാന്റിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് തന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതായിരുന്നു ജോർദാൻ ബ്രൗണിന്റെ മൊഴി. തുടർന്ന് ശ്രീലങ്കയിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും കടൽ മാർഗം യാത്ര ചെയ്തെന്നും ഇയാൾ നേരത്തെ മൊഴി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഗോവയിലേക്ക് അമേരിക്കയിൽ നിന്ന് നേരിട്ടെത്തിയതാണെന്നാണ് ഇയാൾ പിന്നീട് തിരുത്തി പറഞ്ഞത്. 6 ആഴ്ചയോളം ഗോവയിൽ താമസിച്ചുവെന്നും പിന്നീട് ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് ലക്നൌവിലേക്കും ട്രെയിനിലും വന്നെന്നും ഇയാൾ പറഞ്ഞിരുന്നു. ഗോവയിൽ വെച്ച് പരിചയപ്പെട്ട നേപ്പാൾ സ്വദേശിയെ കാണാനായാണ് നേപ്പാളിൽ പോകുന്നതെന്നും ഇയാൾ പറഞ്ഞു. പിന്നീട് മറ്റൊരു കാര്യവും ഇയാൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. 3 വർഷം മുമ്പ് ഇറ്റലിയിൽ വെച്ച് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒരു യുവതിയെ പരിചയപ്പെട്ടെന്നും 2024 ഒക്ടോബറിൽ ഇവരെ വിവാഹം കഴിച്ചെന്നുമായിരുന്നു ഇയാളുടെ വെളിപ്പെടുത്തൽ. ഈ യുവതി ഇപ്പോൾ യോഗ പരിശീലകയായി ജോലി ചെയ്യുകയാണെന്നും ബ്രൗൺ പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലായ ഇയാളുടെ പക്കൽ നിന്നും 31,460 രൂപയും 2 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ തുടർ നടപടികൾക്കായി ഉത്തർപ്രദേശ് പോലീസിന് കൈമാറിയതായും SSB അസിസ്റ്റന്റ് കമാൻഡന്റ് പ്രിയ യാദവ് അറിയിച്ചു. വിദേശി നിയമപ്രകാരം ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ മ്യാൻമാറിലെ വംശീയ സായുധ ഗ്രൂപ്പുകൾക്ക് ഭീകര പ്രവർത്തനങ്ങൾക്കും യുദ്ധങ്ങൾക്കുമുള്ള അത്യാധുനിക ഡ്രോൺ പരിശീലനം നൽകിയ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത 5 യുക്രൈൻ പൗരന്മാരെയും ഒരു US പൗരനെയും പട്ടിയാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. ജൂലൈ 3-നായിരുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കിയത്. ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തിയ ഇവർ മിസോറാം അതിർത്തി വഴി മ്യാൻമാറിലേക്ക് കടക്കുകയും അവിടെ സൈനിക ഭരണകൂടത്തിനെതിരെ പോരാടുന്ന വിമത ഗ്രൂപ്പുകളുമായി ബന്ധം സ്ഥാപിക്കുകയുമായിരുന്നു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഡ്രോൺ യുദ്ധമുറകളിലും മറ്റ് അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകളിലും ഇവർ വിമതർക്ക് പരിശീലനം നൽകിയെന്നാണ് NIAയുടെ കണ്ടെത്തൽ. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികൾക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് നുഴഞ്ഞുകയറ്റം. കൽക്കത്ത ബംഗാളികൾ എന്ന വ്യാജരേഖകളുമായി ധാരാളം ബംഗ്ലാദേശ് പൗരന്മാർ ഇന്ത്യയിലേക്കും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, പക്ഷേ യഥാർത്ഥ രേഖകളില്ലാതെ രാജ്യത്ത് തങ്ങുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് ഏത് രാജ്യക്കാരായാലും ശരി. ബംഗ്ലാദേശികൾ പലരും അവരുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് മുങ്ങി ഇന്ത്യൻ അതിർത്തി കടന്നവരാകാം. ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമായ ഇടപെടൽ ആവശ്യമാണ്. അന്യസംസ്ഥാനക്കാർ താമസിക്കുന്ന മേഖലകളിൽ ശക്തമായ തെരച്ചിൽ അത്യാവശ്യമാണ്. ഒരു രേഖയുമില്ലാത്ത
അറിയാത്ത ഇത്തരക്കാരെ ചിലപ്പോൾ പോലീസുകാർക്കും തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ നിരവധി കൊലപാതകങ്ങളിലും മറ്റ് കുറ്റകൃത്യങ്ങളിലും ഇവർ പ്രതികളായി പിടിക്കപ്പെട്ടത് നമ്മൾ കാണാറുണ്ട്. വീട്ടിൽ ജോലിക്ക് വയ്ക്കുന്നവർ ജാഗ്രത പാലിക്കുക. ഏതായാലും ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാർ എവിടെയൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് താമസിക്കുന്നതെന്നും അവരെന്താണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അവരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. അതിർത്തി സുരക്ഷാ സേന, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തികളിൽ കൃത്യമായിട്ടുള്ള ശക്തമായ പെട്രോളിംഗ് ആണ് നടത്താറുള്ളത്. നുഴഞ്ഞുകയറ്റം തടയാൻ ലേസർ വേലികളും നൈറ്റ് വിഷൻ ക്യാമറകളും ഡ്രോണുകളും അതിർത്തികളിൽ ഉപയോഗിക്കുന്നുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ട് രേഖകളില്ലാത്ത ആളുകൾക്കെതിരെ, പ്രത്യേകിച്ച് കുടിയേറ്റക്കാർക്കെതിരെയൊക്കെ തന്നെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുക്കാറുള്ളത്. കാരണം അവരും അത്തരത്തിലുള്ള ആളുകളാണ് അവിടെ അക്രമം അഴിച്ചുവിടുന്നതെന്നും അത് തങ്ങളുടെ പൗരന്മാർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നു, അവരുടെ ജീവന് അത് വലിയ സുരക്ഷിത ബോധം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഓരോ രാജ്യവും കൊണ്ടുവരുന്നത്. അതിനിടയിലാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു US ആർമി ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പിടിയിലാകുന്നത്. ഏതായാലും ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കം കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്.